ഈ ഓണത്തിന് കുറേ സിനിമയുണ്ടെന്ന് പറഞ്ഞ് കയറി നോക്കിയതാ കേട്ടോ. വലിയ സിനിമയൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാലും കുറച്ച് സിനിമയുണ്ട് കേട്ടോ ഈ ഓണത്തിന്. ഓണം റിലീസായിട്ട് വരുന്ന കുറേ സിനിമകളുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഓണം റിലീസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് മോഹൻലാൽ സിനിമയുണ്ടോ മമ്മൂട്ടി സിനിമയുണ്ടോ എന്നൊക്കെയാണ്. പക്ഷേ ഈ വട്ടം മമ്മൂട്ടി സിനിമയൊന്നും കണ്ടില്ല. പക്ഷേ ഒരു മോഹൻലാൽ സിനിമയുണ്ട്. മോഹൻലാൽ സത്യനന്ദിക്കാട് ഈ കോംബോ എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട കോംബോ ആണല്ലോ. ഒരുപാട് നല്ല സിനിമകൾ അവർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഗ്യാപ്പിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ, അതായത് സത്യനന്ദിക്കാടിൻ്റെ മകൻ തന്നെയാണ്. അനൂപ് സത്യനല്ല, അഖിൽ സത്യനാണ് ഈ ഒരു സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹൃദയപൂർവ്വം റിലീസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 28-ാം തീയതിയാണ്. അപ്പം മറ്റൊരു ഗംഭീര ഹിറ്റാകട്ടെ ഈ ഒരു സിനിമ എന്ന് ആശംസിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനാണ് അൽതാഫ് സലീം എന്ന് പറയുന്നത്. പുള്ളിക്കാൻ ആ ഒറ്റ ഒരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ രസമാണ് കണ്ടുകൊണ്ടിരിക്കും. തന്നെയും പിന്നെ കാണാനുള്ളൊരു സംഭവം ആ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ അൽതാഫിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ സിനിമ. ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ പ്രധാന റോളുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള പോലെ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരിക്കും ഈ വരുന്ന ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ റിലീസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 29-ാം തീയതിയാണ്. നമുക്കൊരു സൂപ്പർ ഹീറോയെ കിട്ടിയിട്ടുണ്ട്, മിന്നൽ മുരളി. ഇപ്പോഴിതാ ഒരു സൂപ്പർ ഹീറോയിൻ വരാൻ പോവുകയാണ്. വേറൊന്നുമല്ല, ലോക ദ ചാപ്റ്റർ 1-നെ കുറിച്ചാണ് പറയുന്നത്. കല്യാണി പ്രിയദർശനാണ് ഈ ഒരു സിനിമയിൽ മെയിൻ റോളിൽ വരാൻ പോകുന്നത്. കൂടെ നമ്മുടെ നസ്ലിനൊക്കെ ഉണ്ട്. ഈ ഒരു സിനിമയുടെ ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ ഗംഭീര ഇമ്പാക്റ്റാണ് സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. ഡൊമിനിക്കാരനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ലോക എന്ന് പറഞ്ഞ സിനിമയുടെ ചാപ്റ്റർ 1 എഴുതിയിരിക്കുന്നത് അഭിനേതാവ് കൂടിയായിട്ടുള്ള ശാന്തി ബാലകൃഷ്ണനാണ്. ഈ ശാന്തി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൊവിനോയുടെ തരംഗം എന്ന് പറഞ്ഞ സിനിമയിലെ നായികയാണ്. അപ്പോൾ പുള്ളിക്കാരത്തിയാണ് ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 28-ാം തീയതി. അതായത് ഹൃദയപൂർവ്വത്തിൻ്റെ റിലീസിനൊപ്പമാണ് ലോക ചാപ്റ്റർ 1 റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു മൾട്ടി യൂണിവേഴ്സാണ്. ഒരുപാട് ചാപ്റ്ററുകൾ വരാൻ പോകുന്നുണ്ട്. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദുൽഖറാണ്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകളുണ്ട്. മലയാളത്തിൽ ഷെയ്ൻ നിഗിൻ്റെ സിനിമകളൊക്കെ വരുന്നത് വളരെ കുറവാണ്. എനിക്കൊന്ന് അദ്ദേഹം ഒന്ന് മാറ്റി പിടിച്ചു. നേരെ തമിഴിലോട്ട് ഇപ്പം പോയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ 25-ാമത്തെ സിനിമയാണ് ബാൾട്ടി എന്ന് പറയുന്നത്. സംഭവം വേറൊന്നുമല്ല, അവിടുത്തെ തമിഴ്നാട്ടിലെ ഒരു കബഡി വെച്ചുള്ളൊരു കഥയാണ് സിനിമ പോകുന്നത്. അതിൻ്റെ ഒരു ടീസറൊക്കെ റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ഉണ്ണി ശിവലിംഗം എന്ന് പറയുന്നത്, അതായത് തമിഴ് സിനിമയാണെന്ന് പറഞ്ഞാലും ബൈലിംഗലായിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയും റിലീസ് ചെയ്യുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് 29-ാം തീയതിയാണ്. ഒരു സമയത്ത് നമ്മുടെ തമിഴ് സിനിമയിൽ അന്യ ഇമ്പാക്റ്റ് സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു AR മുരുകദാസ് എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിനെ കാണാനേ ഇല്ല. ഇടയ്ക്ക് ഒരു സർദാർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്ത് ആകെ കൊള്ളാവുന്നൊരു BGM മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി എല്ലാ പടവും അദ്ദേഹത്തിൻ്റെ തകർന്നു പോയി. അതേ ഒരു സൈഡിൽ നിൽക്കുമായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു AR മുരുകദാസ് വിജയ് കോംബോ എല്ലാ സിനിമ വരാൻ പോകുന്നത്. AR മുരുകദാസ് ശിവകാർത്തികൻ കോംബോയിൽ വരാൻ പോകുന്ന സിനിമയാണ് മദ്രാസി എന്ന് പറയുന്നത്. സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഒരു സംഭവം വേറൊന്നുമല്ല, ശിവകാർത്തികനെ ഒരു വിജയ് സെറ്റപ്പിലാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഒരുപാട് പ്രതീക്ഷകളാണ് AR മുരുകദാസ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ കംബാക്ക് ആയിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളത്. സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 5-ാം തീയതിയാണ്. ഇതൊക്കെയാണ് വരാൻ പോകുന്ന ഈ ഓണം റിലീസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറെ കുറേ സിനിമകൾ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.